പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഡാൻവർ എസ്റ്റേറ്റിൽ നിന്നും ഒരു ദിവസത്തേക്ക് ഒരു ഉല്ലാസയാത്രയ്ക്ക് എന്ന പോലെ പോയ ശങ്കരൻകുട്ടി 3 ആഴ്ച കഴിഞ്ഞാണ് എസ്റ്റേറ്റിൽ നിന്നും തിരികെ എത്തുന്നത്. വരുന്ന വഴി ഗോമുവിനെ കാണാൻ കയറി. പക്ഷേ കണ്ടത് പങ്കിയമ്മയാണ്. അവർ പിന്നെ വീടിന് പുറത്തേക്ക് വന്നില്ല. പിറകെ വന്ന പപ്പുണ്ണിയും ശങ്കരൻകുട്ടിയെ കണ്ട് ഭയന്നു. ഇനി വരരുതെന്ന മട്ടിൽ സംസാരിച്ചു. ശങ്കരൻകുട്ടിക്ക് ഞെട്ടലും ഗോമുവിന് അത്യധികമായ ദുഃഖവും ഉണ്ടാക്കിയ ആ സത്യം പപ്പുണ്ണി പറയുന്നു. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ എന്ന ഗോമുവിൻ്റെ നിലവിളി പോലും ശങ്കരൻകുട്ടിയെ പിടിച്ചു നിർത്തുന്നില്ല. വായിക്കാം നാഗങ്ങളുടെ 6-ാം ഭാഗം. ശങ്കരൻകുട്ടി കയറി ചെന്നപ്പോൾ പങ്കിയമ്മയാണ് കിഴക്ക് പുറത്തിരുന്നത്. അയാളെ കണ്ട് അവർ അകത്തേക്ക് എഴുന്നേറ്റ് പോയി. സന്ധ്യാവിളക്ക് കൊളുത്തിയിരുന്നു. അയാൾ തിണ്ണയിലിരുന്നു തോളത്തിട്ട് തോർത്തെടുത്ത് മുഖമൊന്നു തുടച്ചു. മുറ്റത്തെ നന്ദ്യാർവട്ടം മങ്ങിയ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അയാളെ നോക്കി. ആരും പുറത്തേക്ക് വരുന്നില്ല. താൻ വന്നത് പങ്കിയമ്മ ഗോമുവിനെ അറിയിച്ചില്ലേ? പപ്പുണ്ണിച്ചേട്ടൻ വന്നില്ലേ? ശങ്കരൻകുട്ടി അകത്തേക്ക് ചോദിച്ചു. മറുപടിയില്ല. പപ്പുണ്ണിച്ചേട്ടൻ ഇവിടെ ഇല്ലേ? പിന്നെയും മറുപടിയില്ല. ഗോമു? മറുപടിയില്ല. അകത്തേക്ക് പോയ ആള് മരിച്ചു പോയോ? അനക്കമില്ല. അപ്പോൾ ചെറിയൊരു ചുമ. പങ്കിയമ്മയാണ്. മരിച്ചവർ ചുമയ്ക്കുമോ? ഗോമു കുളിക്കാൻ പോയിരിക്കുകയാണ്. ഒടുവിൽ അകത്തുനിന്ന് മറുപടി വന്നു. പങ്കിയമ്മ വളരെ അടക്കിപ്പിടിച്ചാണ് അത് അറിയിച്ചത്. ആവൂ, മരിച്ചില്ല. ശങ്കരൻകുട്ടി പരിഹസിച്ച് ഒരു ആത്മകഥ നടത്തി. മുറ്റം കുറെ കൂടി ഇരുണ്ടു. നന്ദ്യാർവട്ടം ഇരുട്ടിലേക്ക് ലയിച്ചു. അവിടെ വെളുത്ത പൂക്കൾ അന്തരീക്ഷത്തിൽ തൂവിയിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. രാവിലെ മുതൽക്കുള്ള യാത്രയുടെ ചെറിയൊരു ക്ഷീണമുണ്ട്. എന്നാലും ഗോമുവിനെ കാണാനുള്ള മനസ്സിന്റെ തിടുക്കത്തിൽ അത് മറന്നു. പിന്നെയും കുറച്ചു സമയത്തേക്ക് നിശബ്ദം. തെക്കുപുറത്ത് നിന്ന് തിണ്ണയിലേക്ക് ആരോ കയറുന്നത് കണ്ടു. നോക്കി. ഗോമു. കുളിച്ചു കുറെ ഈറൻ തുണികളുമായി അവൾ വന്ന് കയറി. അപ്പോഴാണ് ശങ്കരൻകുട്ടിയെ കണ്ടത്. അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് ധൃതിയിൽ അകത്തേക്ക് നടന്നു. ഒന്ന് നിൽക്കണം, ശങ്കരൻകുട്ടി പറഞ്ഞു. അവൾ നിന്നു. അയാൾ കയ്യിലിരുന്ന തോർത്തു ഗോമുവിന്റെ നേർക്കെറിഞ്ഞു. അതെടുത്തിട്ട് കൊണ്ടുപോകണം. അതെന്തിനാണ്? ഗോമു സംശയിച്ച് ചോദിച്ചു. അല്ല, ശരീരത്തിൽ അല്പം വസ്ത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് വെച്ചാണ്, അയാൾ അലസമായി പറഞ്ഞു. അവൾ ചൂളിപ്പോയി. കുളിച്ചു തോർത്തിയിട്ട് ബ്ലൗസ് മാറിലിട്ടിരിക്കുകയാണ്. കുറച്ച് നനച്ച തുണികൾ അടക്കി പിടിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നിന്നപ്പോൾ മറയ്ക്കാത്ത പുറം കണ്ടു കാണും. ഉടനെ തോന്നിയ കുസൃതിയാണ്. ബ്ലൗസ് ഇട്ടിരിക്കുമ്പോൾ തന്നെ കുസൃതി തോന്നുന്ന ആളാണ്. അവൾ കുനിഞ്ഞു തോർത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ചേട്ടൻ ഇതൊന്ന് തിരിച്ചു വാങ്ങിക്കണേ. അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറി. ശങ്കരൻകുട്ടി തൂണിലേക്ക് ചാരിയിരുന്നു. അകത്ത് ഒരു മുടി അനങ്ങുന്ന ശബ്ദം പോലുമില്ല. പങ്കിയമ്മയും ഗോമുവും ഇപ്പോഴും മിണ്ടാറില്ലേ? അന്ന് രാത്രിയിൽ കണ്ടതുപോലെയാണോ ഇപ്പോഴും അവർ കഴിയുന്നത്? പപ്പുണ്ണി വന്നോ? അയാളുടെ കേസ് എന്തായി? അയാളെ പോലീസ് പിടിച്ചിട്ടില്ലെന്ന് ബസ്സിൽ വന്നിറങ്ങിയപ്പോൾ പരോക്ഷമായി നടത്തിയ ചില അന്വേഷണങ്ങളിൽ നിന്നും മനസ്സിലായി. പപ്പുണ്ണി ആരെയാണ് കൊന്നത്? അടുത്ത ദിവസങ്ങളിൽ ചില കൊലപാതകങ്ങളുടെ വാർത്തകൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അതിലൊരു വ്യഭിചാരി സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തെപ്പറ്റി വായിച്ചപ്പോൾ സംശയം തോന്നി. അതാണോ പപ്പുണ്ണിയുടെ കേസെന്ന്? വേണുഗോപാലൻ എന്ന ഒരു കോൺട്രാക്ടറെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അയാൾ പണക്കാരനാണ്. മോശപ്പെട്ട ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടായി. അതേ തുടർന്നാണ് ആ അനിഷ്ട സംഭവം നടന്നത്. പപ്പുണ്ണിയുടെ കേസ് അതായിരിക്കണം. പത്രത്തിൽ വിവരിച്ചു കണ്ട ആ സ്ത്രീ പങ്കിയമ്മയെ പോലെ ഒരുവളാണ്. ഗോമു പുറത്തേക്ക് വന്നു. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. നീ ഇഞ്ഞു വരൂ. അകത്തേക്ക് കണ്ണയച്ചിട്ട് അവൾ സ്വരമടക്കി പറഞ്ഞു. ചേച്ചി. അത് വേണ്ട, ശങ്കരൻകുട്ടി വളരെ പതുക്കിയാണ് പറഞ്ഞത്. ഏത് വേണ്ടാന്ന്? ഗോമുവിന് കാര്യം മനസ്സിലായില്ല. ചേച്ചി കാണേണ്ടെന്ന്. ചേച്ചി കാണുമെന്നാണ് പറഞ്ഞത്. ഓഹോ, ഞാൻ വിചാരിച്ചു ചേച്ചിയെ കൂടി വിളിച്ചു നിർത്തിയാലേ നീ അടുത്ത് വരികയുള്ളൂ എന്ന്. എന്തിനിങ്ങനെ സാധുക്കളെ കളിയാക്കുന്നു? നീങ്ങി വരൂ. അവൾ സാവധാനം അടുത്തു ചെന്നു. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റു. 2-3 നിമിഷങ്ങൾ അവൾ അയാളുടെ മാറോട് പറ്റിച്ചേർന്നു. അയാളുടെ തീക്ഷ്ണമായ ശ്വാസധാര ആ നിമിഷങ്ങൾക്കിടയിൽ കൂടി അവൾ അനുഭവിച്ചു. അയാൾ ഇരുന്നു. അവൾ വായ് പൊത്തി അല്പം മാറി മുഖം കുനിച്ചു നിന്നു. എന്തൊരു ചൂട്! അവൾ മന്ത്രിച്ചു. എന്തൊരു തണുപ്പ്!
അയാൾ പറഞ്ഞു. ഇപ്പോൾ കുളിച്ചത് കൊണ്ടാണ്. അല്ല, മനസ്സിൽ കുളിരുള്ളത് കൊണ്ടാണ്. അവൾ മിണ്ടിയില്ല. നൊന്തോ? അയാൾ ചോദിച്ചു. ഇല്ല. ശങ്കരൻകുട്ടി പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റും തീപ്പെട്ടിയും എടുത്ത് ഒരു സിഗരറ്റ് കത്തിച്ചു. അത് കത്തിക്കുമ്പോൾ അയാൾ അവളുടെ രൂപം കുറച്ചുകൂടി തെളിഞ്ഞു നോക്കി. ഒരു ചിന്ത അയാളുടെ ഉള്ളിൽ ഓടി വന്ന് ചിറ്റോളം പോലെ ഉയർന്നു. ഗോമു ചുമന്ന ബ്ലൗസ് ഇട്ടിരിക്കുന്നു. ചുമന്ന ബ്ലൗസ്. ഒരു ഓർമ്മ മനസ്സിൽ നുരയിട്ട് പൊന്തുകയായിരുന്നു. സരസ്വതി മാത്യു ചുമന്ന ബ്ലൗസാണ് എപ്പോഴും ഇടുന്നത്. 2-3 ആഴ്ചക്കാലത്തോളം താൻ അത് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞത്. ഒരു വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടിട്ട് 3 ആഴ്ച വരെ ആ മലനാടിൻ്റെ ഹൃദയത്തിൽ കഴിച്ചുകൂട്ടി. എന്തുകൊണ്ടാണത്? തന്നെ അവിടെ തടഞ്ഞു നിർത്തിയത് സരസ്വതി മാത്യു ആണ്. ആ സ്ത്രീയുടെ അന്യാദൃശ്യമായ സ്വഭാവമാണ്. സംശയിച്ചിട്ട് കാര്യമില്ല. ഇതിലും ഭംഗിയുള്ള ഭൂപ്രകൃതികൾ തന്നെ ആകർഷിച്ചിട്ടില്ല. ഇതിലും നല്ല പെരുമാറ്റങ്ങൾക്ക് തന്നെ ഒരിടത്ത് ഇങ്ങനെ തളച്ചിടുവാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സ് ആ സ്ത്രീക്ക് കീഴ്വഴങ്ങിയതാണോ? അല്ല എന്ന് അന്തരാത്മാവ് 1000 ബലത്തോടെ പ്രഖ്യാപിക്കുന്നു. പ്രാണനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ് മുമ്പിൽ നിൽക്കുന്നത്. അവളെ ഒരു നിമിഷ നേരം മറന്നുവെന്ന് ചിന്തിക്കുവാൻ, അവളിൽ നിന്ന് നേരിയ ദൂരമെങ്കിലും അകന്നുപോയെന്ന് സംശയിക്കുവാൻ മനസ്സ് സന്നദ്ധമല്ല. എന്തിനാണ് തോട്ടത്തിൽ പോയത്? ഗോമു ചോദിച്ചു. തോട്ടത്തിൽ പോയെന്ന് ആര് പറഞ്ഞു? അയാൾ തൻ്റെ പഴയ രീതിയിലേക്ക് വീണ്ടും ചെന്നെത്തി. എന്നെ ഓർമ്മിച്ചിട്ടില്ലെങ്കിലും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. നിന്നെ ഓർമ്മിക്കാഞ്ഞാണോ വീട്ടിൽ പോലും കയറാതെ ഇങ്ങോട്ട് പോന്നത്? അവൾ മിണ്ടിയില്ല. അയാൾ സിഗരറ്റ് വലിച്ചു. അപ്പോഴുണ്ടായ നേർത്ത വെളിച്ചത്തിൽ അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ നനഞ്ഞതുപോലെ. പടിഞ്ഞാറേ പുറത്ത് പ്ലാവിൻ കൊമ്പത്ത് ഒരു പക്ഷിയുടെ കരച്ചിൽ കേട്ട് ശങ്കരൻകുട്ടി കിഴക്കൻ മലകളിൽ പക്ഷികളുടെ കരച്ചിൽ ഓർമ്മിച്ചു. ഹൃദയവേദനയുടെ സ്വരത്തിൽ കരയുന്ന പക്ഷികൾ. ആരുടെ തോട്ടമാണത്? അവളുടെ ചോദ്യം. അയാൾ അവളെ ശ്രദ്ധിച്ചു. ആ ചോദ്യം എന്തിനു ചോദിച്ചു? അലസമായി അയാൾ മറുപടി പറഞ്ഞു. ഒരു സ്ത്രീയുടെ. നിശബ്ദത. പിന്നെ സാവധാനം സംശയം നിറഞ്ഞ അവളുടെ ചോദ്യം. സ്ത്രീയോ? അതെ. ആരാണത്? ഒരു സരസ്വതി മാത്യു. ഏത് ജാതിക്കാരിയാണത്? മനുഷ്യജാതിക്കാരി. അല്പം നിശബ്ദത. പിന്നെ പരിഭവത്തിൻ്റെ സ്വരം പൂണ്ട അവളുടെ സംസാരം. ഞാൻ കളിയായിട്ട് ചോദിച്ചതല്ല. ക്രിസ്ത്യാനി. അവർക്ക് ഭർത്താവില്ലേ? വീണ്ടും മറുപടി പറയാൻ പൊടുന്നനെ ഒരു തടസ്സം വന്നതുപോലെ 2 നിമിഷം കഴിഞ്ഞ് അയാൾ പറഞ്ഞു. ഇല്ല. ചെറുപ്പക്കാരിയാണോ? ഗോമുവിൻ്റെ ചോദ്യങ്ങൾക്ക് വേഗത കൂടിയതായി അയാൾക്ക് തോന്നി. അതെ. എന്ത് പ്രായമുണ്ട്? 30-32 വയസ്സ്. ആളെങ്ങനെയിരിക്കും? വെളുത്തതാണ്. അല്ല, ഓറഞ്ച് പോലെ. നല്ല സുന്ദരിയാണ്. കല്യാണം കഴിച്ചതല്ലേ? അതെ. പിന്നെ ഭർത്താവ് മരിച്ചുപോയി. ഒറ്റയ്ക്കാണോ താമസം? ഒരു നാത്തൂൻ മാത്രം കൂടെയുണ്ട്. നല്ല സ്ത്രീയാണോ? ആര്? നാത്തൂനോ? അല്ല, സരസ്വതി മാത്യു. വളരെ നല്ല സ്ത്രീയാണ്. ചേട്ടൻ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെ അവിടെ ചെന്നു? ഒരു പരസ്യം കണ്ട്. എന്ത് ജോലിയാണ് കിട്ടിയത്? തോട്ടം മാനേജർ ജോലി. എവിടെയാണ് താമസിച്ചത്? അവരുടെ വീട്ടിൽ തന്നെ. ഇനിയും തിരിച്ചു പോകുന്നുണ്ടോ? ഉണ്ട്. എന്ന്? നാളെ. ഒരു യുഗത്തിലെ നിശബ്ദത മുഴുവൻ കൂടി ആ വീട്ടുമുറ്റത്ത് വന്നു വീണു. അയാളും മൗനം പൂണ്ടിരുന്നു. അവളുടെ ഓരോ അന്വേഷണവും ഉത്കണ്ഠയിൽ നിന്നും ആഞ്ഞു പൊന്തിയതാണ്. അയാളുടെ ഓരോ മറുപടിയും ആ ഉത്കണ്ഠയെ അടിച്ചു വളർത്തുകയും ചെയ്തു. അങ്ങനെയൊന്നും മറുപടി പറയേണ്ടായിരുന്നു. രസത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷേ അവൾ സംശയത്തിൻ്റെ ഇരുണ്ട താഴ്വാരത്തിലേക്ക് വീണിരിക്കുകയാണ്. തൻ്റെ ആ യാത്രയെപ്പറ്റി, ആ സ്ത്രീയെപ്പറ്റി, അവിടുത്തെ താമസത്തെപ്പറ്റി എല്ലാം അവൾ വേദന നിറഞ്ഞ സങ്കല്പങ്ങൾക്ക് രൂപം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അയാൾ എഴുന്നേറ്റ് അവളുടെ അടുക്കലേക്ക് ചെന്നു. അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ കരയുകയായിരുന്നു. എന്തിനാണ് കരയുന്നത്? അയാൾ ചോദിച്ചു. അല്പം കഴിഞ്ഞ് അവൾ പറഞ്ഞു. വെറുതെ. ഗോമു അകത്തേക്ക് നടന്നു, ഒരക്ഷരം മിണ്ടാതെ. അവൾ മുറിക്കുള്ളിലേക്ക് മറഞ്ഞപ്പോൾ ഏതോ കൈവിട്ടുപോയതിൻ്റെ ഭാരം അയാൾക്ക് അനുഭവപ്പെട്ടു. അവൾ ചൊടിക്കുന്നത് കാണാൻ വേണ്ടി പലതും അങ്ങ് പറഞ്ഞു. പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷേ അത്രയും സത്യം അങ്ങനെ അറിയിച്ചത് അബദ്ധമായിപ്പോയി. ഗോമു നിർദോഷിയാണ്.
അതുകൊണ്ട് എളുപ്പം സംശയിക്കും, തെറ്റിദ്ധരിക്കും. അതറിഞ്ഞുകൊണ്ട് ഈ കുസൃതി കാണിക്കേണ്ടായിരുന്നു. ഗോമു, അയാൾ വിളിച്ചു. മറുപടിയില്ല. സിഗരറ്റ് വലിച്ചെറിഞ്ഞിട്ട് അയാൾ തിരിഞ്ഞു. അപ്പോൾ മുമ്പിൽ പപ്പുണ്ണി നിൽക്കുന്നു. ശങ്കരൻകുട്ടി ഒന്ന് പകച്ചു, അകാരണമായിട്ട്. പപ്പുണ്ണി വിയർത്തൊലിച്ചിരിക്കുന്നു. അയാളുടെ കണ്ണുകൾ കുറെ കൂടി കുഴിഞ്ഞിട്ടുണ്ട്. മുഷിഞ്ഞ വേഷം. കിതയ്ക്കും പോലെ ശ്വാസധാരയുടെ ശബ്ദം കാതിലേക്ക് പരുഷമായൊരു വികാരത്തോടെ കയറി വരുന്നു. പപ്പുണ്ണി ഗുസ്തിക്കാരനായിരുന്നു. പക്ഷേ ആ തൊഴിലിന്റെ പാരുഷ്യം ഒരിക്കലും അയാൾക്കുണ്ടായിരുന്നില്ല. സൗമ്യൻ, കുലീനതയുടെ മുദ്ര ചൂടിയ മുഖം, അങ്ങനെയായിരുന്നു. ഇന്ന് എന്തു മാറ്റം! ആകെ വലിയ വ്യത്യാസം. 3 ആഴ്ച കൊണ്ട് അയാൾ ഒരു കൊലപ്പുള്ളിയുടെ രൂപം പൂണ്ടിരിക്കുന്നു. അയാളെ കണ്ട നിമിഷത്തിൽ ആ മാറ്റം മനസ്സിലായി. അതുകൊണ്ടാണ് ശങ്കരൻകുട്ടി പകച്ചുപോയത്. വെറുതെ അല്ല. സാറോ? വരണ്ട ചുണ്ടുകളല്ല, മിഴിച്ച കണ്ണുകളാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് തോന്നിപ്പോയി. അയാളുടെ ശബ്ദം ആ കിഴക്കൻ മലകളിലെ ഭയങ്കരമായ ഏതോ കൊക്കയിൽ നിന്ന് കയറി വരും പോലെയിരുന്നു. ഭീതിയുടെ ഇരമ്പം അതിൽ അലയടിച്ചു നിന്നിരുന്നു. അതെ, ശങ്കരൻകുട്ടി അനാവശ്യമായൊരു മറുപടി പെട്ടെന്ന് നൽകി. പപ്പുണ്ണി ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? അങ്ങ് ദൂരെയായിരുന്നു സാറേ. അയാൾ ചുറ്റും നോക്കി. അകത്തേക്ക് കയറിയിരുന്ന് സംസാരിക്കാം. ചേച്ചി, ചേച്ചി! അകത്ത് ഗോമുവിന്റെ വിളി. ശങ്കരൻകുട്ടിയും പപ്പുണ്ണിയും ശ്രദ്ധിച്ചു. അവർ വീണ്ടും ഉത്കണ്ഠയോടെ വിളിക്കുന്നു. ചേച്ചി, ചേച്ചി! പപ്പുണ്ണി തിണ്ണയിലേക്ക് കയറി. അപ്പോൾ തന്നെ ഗോമു പുറത്തേക്ക് വന്നു കഴിഞ്ഞു. പപ്പുണ്ണിയെ കണ്ട് അവൾ ഒരു നിമിഷം മിഴിച്ചു നിന്നു. എന്നിട്ട് തിടുക്കത്തിൽ പറഞ്ഞു, അച്ഛാ, ചേച്ചിയെ കാണുന്നില്ല. പപ്പുണ്ണി ഒരക്ഷരം മിണ്ടാതെ 2 നിമിഷം നിന്നു. എന്നിട്ട് ചോദിച്ചു, പങ്കിപ്പോയോ? പ്രതീക്ഷിച്ച ഒന്ന് സംഭവിച്ചതുപോലെ ഇരുന്നു ആ സ്വരം. എവിടെ പോവാനാണ്? അപ്പുറത്തെങ്ങാനും കാണും പപ്പുണ്ണി, ശങ്കരൻകുട്ടി പറഞ്ഞു. ഇല്ല ചേട്ടാ, ചേച്ചിയുടെ മുണ്ടും നേരിയതും ബാഗും ഒന്നും ഇവിടില്ല, ഗോമു അറിയിച്ചു. പപ്പുണ്ണി അകത്തേക്ക് ചെല്ലൂ, പങ്കിയമ്മയെ ഞാൻ നോക്കാം. ശങ്കരൻകുട്ടി നടക്കല്ലിലേക്ക് കുത്തിയ കാല് പിൻവലിച്ചു. വേണ്ട സാറേ. വേവലാതി പൂണ്ട ശബ്ദത്തിലാണ് പപ്പുണ്ണി അയാളെ വിലക്കിയത്. എന്താണത്? ശങ്കരൻകുട്ടിക്ക് പപ്പുണ്ണിയുടെ മനോഭാവം മനസ്സിലായില്ല. അവള് പോവും സാറേ. പപ്പുണ്ണി നിശ്ചലനായി നിന്നു. ചേട്ടൻ ഒന്ന് നോക്കൂ, ഗോമു അഭ്യർത്ഥിച്ചു. വേണ്ട. പപ്പുണ്ണിയുടെ സ്വരം ഒന്ന് ദൃഢമായി. വേണ്ടേ? ശങ്കരൻകുട്ടി വീണ്ടും സംശയം പ്രകടിപ്പിച്ചു. വേണ്ട സാറേ. കാരണം? അവൾ ഇനി ഇവിടെ നിൽക്കുകയില്ല. എന്തുകൊണ്ട്? സാർ ഇവിടെ തിരിച്ചു വന്നതുകൊണ്ട്. ഗോമു ഞെട്ടിപ്പോയി. ഞാൻ വന്നതുകൊണ്ടോ? അതെ. അച്ഛൻ അങ്ങനെ പറയരുത്. ഗോമുവിന്റെ തൊണ്ടയിടറി. പപ്പുണ്ണി എന്താണ് അങ്ങനെ പറഞ്ഞത്? ശങ്കരൻകുട്ടിയുടെ മനസ്സും അല്പം തളർന്നിരുന്നു. പപ്പുണ്ണി തൂണിൽ പിടിച്ചു നിന്നു. അയാളുടെ കൈകൾ വിറയ്ക്കുന്നു. സിരകൾ പരസ്പരം കൊത്തിയും ചുറ്റിപ്പിണഞ്ഞും കിടന്നു മറിയുന്ന 1000 സർപ്പങ്ങളെപ്പോലെ ആ മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുകയാണ്. കണ്ടാലറിയാം, ആ തൂണും ആ വീടും കിടന്ന് കുലുങ്ങും പോലെ. എന്തോ തീവ്രമായ വികാരങ്ങൾ അയാളുടെ ഉള്ളിൽ ആഞ്ഞടിച്ചുയരുകയാണ്. അറവാതിൽക്കൽ ഇരുന്ന് സന്ധ്യാദീപം ഉലയുന്നു. അയാളുടെ ശ്വാസവികാരമേറ്റിട്ടായിരിക്കണം. ഗോമു ജീവച്ഛവം കണക്ക് നിന്നു. ശങ്കരൻകുട്ടിയും ഇതി കർത്തവ്യതാ മൂഢനാണ്. ആ തിണ്ണയിൽ, ആ മുറ്റത്ത്, ആ മേൽക്കൂരയ്ക്ക് കീഴിൽ ചലനങ്ങളെല്ലാം നിന്നുപോയതുപോലെ. ശബ്ദങ്ങൾ ആ തൂണിലേക്ക് അള്ളിപ്പിടിച്ച് കയറുന്ന ഒരു ശ്വാസവികാരം മാത്രമായി ചുരുങ്ങിക്കൂടിയതുപോലെ. ഒടുവിൽ ശങ്കരൻകുട്ടി ചോദിച്ചു, പങ്കിയമ്മ പോയത് ഞാനിവിടെ വരുന്നത് കൊണ്ടാണോ പപ്പുണ്ണി? പപ്പുണ്ണി ശങ്കരൻകുട്ടിയെ നോക്കി. ഒരു അപരാധ ബോധത്തിന്റെ തളർച്ച അയാളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. സാർ ഒന്നും വിചാരിക്കരുത്. പപ്പുണ്ണിയുടെ വാക്കുകളിലും ആ തളർച്ചയുണ്ട്. പങ്കിക്ക് മാത്രമല്ല, സാറിനെ നേരിട്ട് കാണാൻ പപ്പുണ്ണിക്കും ഭയമാണ് സാറേ. ഭയമോ? ശങ്കരൻകുട്ടി മിഴിച്ചു നിന്നുപോയി. അതെ, ഭയമാണ്. സാർ ആ എസ്റ്റേറ്റിൽ ജോലി ഏറ്റെടുത്തത് പപ്പുണ്ണി അറിഞ്ഞു. ആ സരസ്വതി കൊച്ചമ്മയെ പങ്കിക്ക് ഭയമാണ്, പപ്പുണ്ണിക്കും ഭയമാണ്. സാർ അവിടുത്തെ ജോലിയിലാണെന്നറിഞ്ഞപ്പോൾ മുതൽക്ക് സാറിനെയും ഭയമാണ്. എന്താണ് പപ്പുണ്ണി? എന്താണെന്ന് പറയൂ. അവരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശങ്കരൻകുട്ടിക്ക് അത്ഭുതം വർദ്ധിക്കുകയാണ്. സാറേ, ആ കൊച്ചുമ്മയുടെ ഡ്രൈവറില്ലേ? ഉണ്ട്, പാപ്പുക്കുട്ടി. ആ പാപ്പുക്കുട്ടിയുടെ ഭാര്യയാണ് പങ്കിയമ്മ. ആ വാർത്ത ശങ്കരൻകുട്ടിയുടെ അത്ഭുതത്തെ മലമുകളിൽ വരെ കൊണ്ടുചെന്നെത്തിച്ചു. ആ പഴയ മരം പോലെയുള്ള മനുഷ്യന്റെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു.
അയാളുടെ ഭാര്യയാണോ പങ്കിയമ്മ? അപ്പോൾ അവൾ പപ്പുണ്ണി സ്വന്തമായി കൊണ്ടുവന്ന് പാർപ്പിച്ച സ്ത്രീയല്ലേ? തൻ്റെ ധാരണ തെറ്റായിരുന്നു. ചേട്ടൻ്റെ ആ എസ്റ്റേറ്റിലെ ഡ്രൈവറുടെ ഭാര്യയാണോ പങ്കിച്ചേച്ചി? ഗോമുവും അത് അന്വേഷിച്ചു പോയി. അതെ, പപ്പുണ്ണി വികാരരഹിതനായി പറഞ്ഞു. ശരി, അതുകൊണ്ട് നിങ്ങളെന്തിന് സരസ്വതി മാത്യുവിനെ ഭയപ്പെടണം പപ്പുണ്ണി? ശങ്കരൻകുട്ടി ചോദിച്ചു. വീണ്ടും പപ്പുണ്ണി ശങ്കരൻകുട്ടിയെ തുറച്ചു നോക്കി. വീണ്ടും അയാളുടെ ഉള്ളിൽ പുതിയ തിരകൾ അടിച്ചുയരുകയാണ്. ഞാനത് പറയണോ സാറേ? അയാൾ ചോദിച്ചു. പറയണം, ശങ്കരൻകുട്ടി നിർബന്ധിച്ചു. സാറ് വിഷമിക്കരുത്. ഇല്ല പപ്പുണ്ണി. വലതു കൈ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പപ്പുണ്ണി പറഞ്ഞു. പപ്പുണ്ണി കൊന്നത് സരസ്വതി കൊച്ചമ്മയുടെ ഭർത്താവിനെയാണ് സാറേ. പപ്പുണ്ണി! താൻ അറിയാതെ ശങ്കരൻകുട്ടി വിളിച്ചുപോയി. അതോടൊപ്പം അച്ഛാ എന്ന ഗോമുവിന്റെ നടുങ്ങി വിറപൂണ്ട വിളി കടുത്ത തറയിൽ വെള്ളിത്താമ്പാളം വീണതുപോലെ കേട്ടു. ഇരുണ്ട മലകളും ആഴമുള്ള കൊക്കകളും റബ്ബർ മരങ്ങളും തേയിലച്ചെടികളുമെല്ലാം മനസ്സിലേക്ക് ഓടിക്കയറി വരികയാണ്. ചൂടുള്ള വികാരവും എന്തെന്നറിയാത്ത ഭയങ്ങളും അജ്ഞാതമായ രഹസ്യങ്ങളും എല്ലാം തങ്ങി നിൽക്കുന്ന ഒരു വീട് ആ മലനാട്ട അന്തരീക്ഷത്തിനുള്ളിൽ നിൽക്കുന്നു. ഏകാന്തമായൊരു പ്രേതസദനം പോലെ. അതിനുള്ളിൽ വിടർന്ന കണ്ണുകളും കനകം പോലത്തെ നിറവും ചമന്ന ബ്ലൗസുമുള്ള ഒരു സ്ത്രീ. അവളുടെ ധിക്കാരം നിറഞ്ഞ സ്വരം, ചലനം, ഇടയ്ക്കിടയ്ക്ക് നനയുന്ന മിഴികൾ, ഇളം നീലഛായ കലർന്ന ആ ഭിത്തികൾക്കെതിരെ ഒരു വെളുത്ത രൂപം നിൽക്കുന്നു. അവിടെ മരണത്തിന്റെ ശബ്ദമുണ്ട്, മണമുണ്ട്. എവിടെയൊക്കെയോ ചോര വാർന്നൊലിക്കുന്ന പോലെ, എങ്ങോ ഒരു ജഡം കിടക്കും പോലെ. സിൽക്ക് ഷർട്ടുകൾ, വില കൂടിയ പാൻറ്റുകൾ, നിറമുള്ള ടൈകൾ, സിഗരറ്റ് പെട്ടി, 100 കണക്കിന് മദ്യക്കുപ്പികൾ. യോഗ്യനായ നല്ലവനായ മിസ്റ്റർ മാത്യു. പിന്നെ കറുത്ത പ്രതിമ പോലെയുള്ള കാക്കച്ചി, തളിരിട്ട് നിൽക്കുന്ന തങ്കക്കുട്ടി. തങ്കക്കുട്ടി അദ്ദേഹത്തിൻ്റെ മകളാണ്, അതുകൊണ്ട് എൻ്റെയും മകളാണ്. സരസ്വതി മാത്യുവിൻ്റെ ആ വാക്കുകൾ. ദുഃഖം ആ റബ്ബർ മരങ്ങളിലെല്ലാം നനഞ്ഞ കണ്ണുകളുമായി പതിയിരിക്കുകയാണ്. ആ തോട്ട നടപ്പാതകളിൽ, ഇരുട്ടുകുത്തിയ ലയങ്ങളിൽ, ആ കറുകനാമ്പുകളിൽ, മുക്കുറ്റിപ്പൂക്കളിൽ, ആ വീട്ടിലെ ചുവരുകളിൽ എല്ലാം ഒരു നല്ല മനുഷ്യന്റെ ദുർമരണത്തിലുള്ള ദുഃഖം. ആ ദുഃഖത്തിന് മുഴുവൻ കാരണക്കാരനായ മനുഷ്യൻ ദാ മുൻപിൽ നിൽക്കുന്നു. സങ്കല്പിക്കാൻ വിഷമമായിരിക്കുന്നു, വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നല്ലവനായ പപ്പുണ്ണി, നല്ലവനായ മിസ്റ്റർ മാത്യുവിനെ കൊല ചെയ്തു. ആ നല്ല മനുഷ്യനോട് നിങ്ങൾ എന്തിനിത് ചെയ്തു പപ്പുണ്ണി? ശങ്കരൻകുട്ടി ചോദിച്ചുപോയി. അയാളുടെ ഹൃദയം അതിൽ കിടന്ന് തുടിക്കുന്നത് കേൾക്കാമായിരുന്നു. ഒരുത്തിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാറേ വേറൊരു പെമ്പടന്നോരെ കണ്ണീര് കുടിപ്പിക്കേണ്ടി വന്നത്. പപ്പുണ്ണി ചങ്കലച്ചുകൊണ്ടാണത് പറഞ്ഞത്. അയാൾ താഴെയിരുന്നു. ഗോമു ഏങ്ങലടിച്ച് കരയുകയാണ്. വീണ്ടും താങ്ങാൻ വയ്യാത്ത നിശബ്ദത. ഒടുവിൽ ശങ്കരൻകുട്ടി മന്ത്രിച്ചു. ഞാൻ പോകുന്നു. ചേട്ടാ, ഞങ്ങളെ ഇട്ടേച്ചു പോകരുത്, ഗോമു മനസ്സുമുട്ടി യാചിച്ചു. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ശങ്കരൻകുട്ടി പോകാൻ ഭാവിച്ചു. എൻ്റെ അച്ഛൻ്റെ ജീവൻ ചേട്ടൻ്റെ കയ്യിലാണ്. എൻ്റെ അച്ഛനെ രക്ഷിക്കണം, ഗോമു പറഞ്ഞു. ശങ്കരൻകുട്ടി നിന്നു, ഒന്നും മിണ്ടിയില്ല. എനിക്ക് വേറെ ആരുമില്ല ചേട്ടാ. അവളുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ കിടന്നലച്ചു. ശങ്കരൻകുട്ടി പിന്നെയും മിണ്ടിയില്ല. 2 നിമിഷങ്ങൾ കൂടി അയാൾ പുറത്തേക്ക് നടന്നു. ഗോമു പൊട്ടിക്കരഞ്ഞുപോയി. അഹങ്ങൾ എന്ന വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ നോവലിൻ്റെ 6ാം അധ്യായമാണ് ഇപ്പോൾ വായിച്ചത്. അടുത്ത അധ്യായമായി വേഗം വരാം. ദയവായി സാഹിത്യത്തിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി.